നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരാണ് പോറ്റിയുടെ സ്പോൺസർ? ഈ ചോദ്യമാണ് ഉയർന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയത് ഒട്ടേറെ സ്പോൺസർഷിപ്പ് പദ്ധതികളും വഴിപാടുകളും. എന്നാൽ ഇതിന് തക്ക വരുമാനം പോറ്റിക്കില്ലെന്നാണ് ആദായ നികുതി രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ച ദേവസ്വം വിജിലൻസിന് ബോധ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആരാണ് പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്? ഏത് മേഖലകളിൽ നിന്നാണ് പണം ലഭിക്കുന്നത് എന്ന അന്വേഷണത്തിലാണ് പ്രത്യേക സംഘം. ഭക്തർ വർഷങ്ങളോളം കാത്തിരുന്ന ബുക്ക് ചെയ്ത് നടത്തുന്ന പല വഴിപാടുകളും പോറ്റി ഒറ്റ ദിവസം തന്നെ ശബരിമലയിൽ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ചില സ്പോൺസർഷിപ്പുകളുടെ പിന്നിൽ ആര് എന്ന വിജിലൻസ് കണ്ടെത്തലും നടന്നിരുന്നു. എന്നാൽ കണ്ടെത്തിയ ആളുകൾ തന്നെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമാണ്. തിരുവനന്തപുരം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം നാടുവിട്ട കുറച്ചുകാലം കഴിഞ്ഞ താൻ ബാംഗ്ലൂരിലുണ്ടെന്നും ജോലി കിട്ടിയെന്നും അമ്മയെ അറിയിച്ചു. പിന്നീട് സമ്പന്നനായി പോറ്റി നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. പുളിമാത്ത് കാരേറ്റ് പ്രദേശങ്ങളിലായി വീട് വെച്ച് നൽകാനും വീട് അറ്റകുറ്റപ്പണിക്കുമായി ഇയാൾ പലർക്കും പണം നൽകിയിട്ടുണ്ട്. അമ്മയുടെ പേരിൽ കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ബാംഗ്ലൂരിലെ ശ്രീരാംപുരം ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയമായാണ് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്. ആലപ്പുഴ സ്വദേശിയായ കീഴ്ശാന്തിയുടെ സഹായിട്ടായി ആദ്യം എത്തുന്നു. കീഴ്ശാന്തിയുടെ സഹായികളായി എത്തുന്നവർ പലപ്പോഴും പരിചയത്തിന്റെയും ശുപാർശയുടെയും പേരിലാണ് എത്തുന്നത്. ഇവർക്ക് ദേവസ്വം ബോർഡ് ശമ്പളം നൽകുന്നില്ല. കരാറുകളും ഒന്നും തന്നെയില്ല. കീഴ്ശാന്തിമാർ ഓരോ വർഷവും മാറിയപ്പോഴും മാറ്റമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി 4 വർഷം സന്നിധാനത്ത് തുടർന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള ഭക്തരെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പോറ്റി മാറി. ബാംഗ്ലൂർ ഉണ്ണി എന്ന പേരിലാണ് ഇയാൾ ശബരിമലയിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് പഴയ ചില ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള ധനികരായ ചില ഭക്തരോട് വ്യക്തിബന്ധം സ്ഥാപിച്ച രീതിയിൽ ആരോപണങ്ങൾ വന്നപ്പോഴാണ് ഒഴിവാക്കിയത്. വീണ്ടും പോറ്റി ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ശബരിമലയിൽ ദർശനം നടത്തുന്നവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഇടനിലക്കാരനായി മാറി. ഇതിനുശേഷം 2016 ശബരിമലയിൽ സംഭാവനകൾ നൽകുന്ന നിലയിലേക്ക് വളർന്നു. ഇതിൽ മിക്കവരും സമ്പന്നരായ ഭക്തരെ മുൻനിർത്തിയായിരുന്നു. ദേവസ്വം ബോർഡുമായി ചർച്ച നടത്തുന്നതും രേഖകളിൽ പേര് വന്നതും പോറ്റിയുടേതാണ്. എന്നാൽ പണം മുടക്കുന്നതോ മറ്റുള്ളവരാകാം. വഴിപാട് കൃത്യമായി നടക്കുന്നതിനാൽ ഇതിന്റെ രേഖകൾ ഒന്നും തന്നെ ആരും തിരക്കില്ല. ഇത് മുതലെടുത്താണ് പോറ്റി പലരെയും കബളിപ്പിച്ച നീക്കങ്ങൾ നടത്തുന്നത്. പോറ്റിയുടെ ഇടപാടുകളൊന്നും പരിശോധിക്കാം. 2016 ഓഗസ്റ്റിൽ തിടപ്പള്ളി ഉൾപ്പെടെ 4 വാതിലുകൾ പിച്ചള പൊതിഞ്ഞു, മറ്റൊരു സ്പോൺസറുടെ കൂടെ സഹായത്താൽ. 2017 8.5 ലക്ഷത്തിന്റെ ചെക്ക്, 17 ടൺ അരി, 30 ടൺ പച്ചക്കറി. 2017 ജൂൺ ക്ഷേത്ര അലങ്കാരം, ഉദയാസ്തമയ പൂജ. 2019 മാർച്ച് ശ്രീകോവിലിന്റെ വാതിൽ മാറ്റി പുതിയത് നിർമ്മിച്ച് സ്വർണം പൂശി നൽകിയ യഥാർത്ഥ സ്പോൺസർ ബെള്ളാരി സ്വദേശി ഗോവർദ്ധനാണ്. 2019 മെയ്യിൽ ശ്രീകോവിലിന്റെ കട്ടിള പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശി യഥാർത്ഥ സ്പോൺസർ ബാംഗ്ലൂരു മലയാളി അജിത് കുമാർ. 2019 ജൂലൈയിൽ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശി. 2025 ജനുവരിയിൽ അന്നദാനം, ഉദയാസ്തമയ പൂജ. 2025 അതേ ജനുവരി തന്നെ അന്നദാനത്തിന് 6 ലക്ഷം രൂപ. 2025 ജനുവരിയിൽ മകരവിളക്കിന് 10 ലക്ഷം, അന്നദാന മണ്ഡപത്തിൽ ലിഫ്റ്റ് നിർമ്മാണത്തിന് 10 ലക്ഷം, 18ാം പടിക്ക് ഇരുവശവും മണിമണ്ഡപവും മണികളും നിർമ്മിച്ചു നൽകി. അതേസമയം ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തിരികെ പിടിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്നും കോടതി വിശ്വസിക്കാത്തവരാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണ്. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും പുകമറ സൃഷ്ടിച്ച ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ശ്രമം അപലപനീയമാണെന്നും ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർത്തു. ശബരിമല മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ട് തുടർ നടപടികളുമായി ദേവസ്വം ബോർഡ് കേരള സർക്കാരും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നിലവിലെ വിവാദങ്ങൾ ഉയർന്നു വന്നത്. ദ്വാരപാലക പീഠം കാണാനില്ല എന്ന വ്യാജ ആരോപണവുമായി ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദ്വാരപാലക പീഠങ്ങൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി, ശ്രീകോവിലിന്റെ കട്ടള എന്നിവയുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണ്. ഇത് ഗൗരവമുള്ളതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതും നഷ്ടപ്പെട്ടു പോയ സ്വർണം കണ്ടെത്തി തിരിച്ചുപിടിക്കേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് വിജിലൻസ് ആണ്
പ്രാഥമിക അന്വേഷണം നടത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശക്തമായ അന്വേഷണം നടത്തിവരികയാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ ഉള്ളവരും വിരമിച്ചവരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന പോലീസ് മേധാവിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ പരാതിയും നൽകി. വസ്തുതകൾ ഇതായിരിക്കെ ദേവസ്വം ബോർഡിന്റെ ആകെ കരിവാരിത്തേക്കാനും സംശയനിഴലിൽ നിർത്താനും അതുവഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണം നിയന്ത്രണത്തിലുള്ള 1252 ക്ഷേത്രങ്ങളെ തകർക്കാനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. ഇത് അങ്ങേയറ്റം അപലപനീയവുമാണ്. തെറ്റ് ചെയ്തവർ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം. അവർക്കെതിരെ മാതൃകാപരമായ നടപടിയും കൈക്കൊള്ളണം എന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം. ശബരിമല മുതൽ പെറ്റി ദേവസ്വം ക്ഷേത്രങ്ങളിൽ വരെ ആചാര ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ നടത്തുന്നത്. ഇത് ലക്ഷക്കണക്കിന് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന നടപടിയാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.